ഹലോ AK റിവ്യൂസ് ചാനൽ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കൽക്കി 2898 AD എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ പറയാനാണ്. സത്യമായ ഈ സിനിമ ഇന്നലെ തന്നെ പോയി ടിക്കറ്റ് എടുത്ത് കാണണമെന്ന് എഴുതിയിരുന്നു, പക്ഷേ പരീക്ഷയായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇന്നാണ് ടിക്കറ്റ് കിട്ടിയത്. അതുകൊണ്ട് ഇന്ന് 11:45 ഷോന് ഞാൻ സെൻട്രൽ സ്ക്വയർ സിനിപോളിസിൽ പോയി കണ്ടു. അപ്പോൾ അധികം വൈകാതെ നമുക്ക് സിനിമയുടെ റിവ്യൂവിലേക്ക് കിടക്കാം. സിനിമ കൽക്കി സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പക്ക വിഷ്വൽ ട്രീറ്റാണ് തിയേറ്ററിൽ. ഒരു വൻ തിയേറ്റർ എക്സ്പീരിയൻസാണ് ഈ സിനിമ എനിക്ക് സമ്മാനിച്ചത്. കാരണം ഇതൊരിക്കലും നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യരുത്. അത്രയും വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയിലെ പ്രഭാസും പിന്നെ അമിതാഭ് ബച്ചനും പിന്നെ ദീപിക പദുക്കോണും പിന്നെ എല്ലാവരും, അതായത് മലയാളത്തിൽ അഭിനയിച്ച നമ്മുടെ ശോഭന ചേച്ചിക്കും നല്ലൊരു റോള് കിട്ടി. കുറേ കാലത്തിന് ശേഷം നല്ലൊരു മികച്ച റോള് തരുകയും ചെയ്തു. പിന്നെ അന്നാബൻ, എല്ലാവരും അടിപൊളി പെർഫോമൻസ്, എല്ലാവരും നന്നായിട്ട് മികച്ച പെർഫോമൻസ് തന്നെയാണ് തന്നത് സിനിമയിൽ. പിന്നെ പ്രത്യേകിച്ച് ക്യാമിയോ എടുത്ത് പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അശ്വത്ഥമ്മ എന്ന ആ ക്യാരക്ടറിൽ പുള്ളി ശരിക്കും വന്നാൽ തകർത്തു. അത്ര ശക്തമായൊരു കഥാപാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ളത്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ ക്യാമിയോ ഇടുന്ന നമ്മുടെ ഉലകനായകൻ കമൽഹാസൻ സാറിൻ്റെ പുള്ളിയുടെ ക്യാമിയോ വളരെ കുറഞ്ഞ 1-2 സീനിൽ പുള്ളിക്ക് സ്ക്രീനിലുള്ളൂ. എങ്കിലും ആ ക്യാമിയോ ഒരു അടിപൊളിയായിരുന്നു. സിനിമയുടെ മ്യൂസിക് വർക്ക് എടുത്ത് പറയാനാണെങ്കിൽ മ്യൂസിക് വർക്ക് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു മ്യൂസിക് വർക്കായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ മേക്കിങ്ങും ഡയറക്ഷനും ടെക്നിക്കൽ സൈഡും എല്ലാം കൊണ്ട് അടിപൊളി. വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ, ഒരു അടിപൊളി വിഷ്വൽസാണ് തന്നത്, അടിപൊളി വിഷ്വൽസ്. കാരണം ഞാൻ 3Dയിലാണ് ഈ സിനിമ പോയി കണ്ടത്. കാരണം വിഷ്വൽസിൻ്റെ സിനിമ ഒരു പക്ക ഗംഭീര റെസ്പോൺസ് തിയേറ്ററിൽ കിട്ടിയപ്പോൾ ഞാൻ 3Dക്ക് തന്നെ ബുക്ക് ചെയ്തു. എനിക്കത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. അതേപോലെ കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി 3Dയിൽ കണ്ടപ്പോൾ. മൊത്തത്തിൽ സിനിമ ഒരു പക്ക വിഷ്വൽ ട്രീറ്റാണ് സിനിമ. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ 100% ഞാൻ എടുത്ത് പറയും. കാരണം ഇത് ഒരിക്കലും നിങ്ങൾ ഈ തിയേറ്റർ മിസ് ചെയ്യരുത്. ഇത് മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഒ ടി ടിയിൽ നിങ്ങൾക്ക് സുഖം കിട്ടില്ല. കാരണം ഈ സിനിമ കണ്ട അത്രയ്ക്ക് കിടിലൻ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര കാര്യമായിട്ട് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ അവതരിപ്പിച്ച് പോയൊരു ഫസ്റ്റ് ഹാഫാണ്. ഇടയ്ക്ക് കുറച്ച് ലാഗൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പടത്തിൽ. പിന്നെ പ്രഭാസിൻ്റെ എൻട്രോ കൊണ്ട് നന്നായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കോമഡി രംഗങ്ങൾ എനിക്ക് അത്യാവശ്യം വർക്കായിട്ടുണ്ട്. പിന്നെ ആ ബുജ്ജി ആയിട്ട് പുള്ളിയുടെ കോമ്പിനേഷൻ സീൻസൊക്കെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇൻ്റർവെൽ കൊണ്ടാണ് സിനിമയുടെ ട്രാക്ക് അങ്ങ് മാറണം. ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്ന രീതിയിൽ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടൊരു ഒരു പഞ്ച് കൊടുത്തതാണ് ഇൻ്റർവെൽ സീൻ. അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് എടുത്ത് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനേക്കാളും മികച്ച ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയാം. പിന്നെ ക്ലൈമാക്സ് ലാസ്റ്റ് 30 മിനിറ്റ് സീനിൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, അടിപൊളി. തീപ്പൊരി ക്ലൈമാക്സ് ആയിരുന്നു ഈ സിനിമയുടെ ക്ലൈമാക്സ്, ഒരു രക്ഷയില്ല, അടിപൊളി. ആ ടെയിലിൻ്റിങ് ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ലീഡ് കിടക്കുന്ന ആ സീനൊക്കെ ഉണ്ടല്ലോ, ഒരു 1.5 വൗ ഫാക്ടേഴ്സാണ്. ഇതൊക്കെയാണ് എനിക്ക് സിനിമയുടെ മെയിൻ പോസിറ്റീവായിട്ട് തോന്നിയത്. നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ സിനിമയുടെ ആദ്യ പകുതിയിലുള്ള പലയിടത്തും രംഗങ്ങൾ എനിക്ക് നല്ല ലാഗും പിന്നെ അത്യാവശ്യം താഴ്ന്നു പോയ രീതിയും, പിന്നെ സിനിമയുടെ തുടക്കം വെച്ച് സ്ലോ നറേഷനായിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ സിനിമയുടെ ഡ്യൂറേഷൻ തന്നെ 3 മണിക്കൂറിനടുത്തുണ്ട്. അതാണ് എനിക്ക് കുറച്ച് ലെങ്ത് ആണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. അതൊക്കെയാണ് എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത്. പക്ഷേ ഇതൊക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളി, വേറെ ലെവല് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഡയറക്ടർ നാഗശ്വൻ. എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ സിനിമ അത്ര ഞാൻ കണ്ട പരിചയമില്ല, പക്ഷേ
ഉറപ്പായിട്ട് എടുത്ത് പറയാം. പുള്ളി ഒരു ഗംഭീര കൺസെപ്റ്റ് ആയിരുന്നു ഈ സിനിമയുടെ. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ച് തിയേറ്ററിൽ എല്ലാവരും പിടിച്ചിരുത്തി കാണാൻ പറ്റുന്ന ഒരു തരത്തിലൊരു പടമായിരുന്നു. ശരിക്കും പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ പഴയ മഹാഭാരതത്തിൻ്റെ കഥയും പിന്നെ ഇപ്പോഴത്തെ കുറച്ച് സയൻസ് ഫിക്ഷൻ എലമെൻസും പിന്നെ നമ്മുടെ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യവും എല്ലാം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സഡ് ആക്കിയിട്ടാണ് ഈ സിനിമ വളരെ മികച്ച രീതിയിലാണ് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചത്. എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്കും ഗംഭീരം എന്ന് പറയാം. ഇതുപോലെ ഒരു വർഷം മുമ്പ് രാമായണത്തിൻ്റെ കൺസെപ്റ്റ് വന്ന് പ്രഭാസിൻ്റെ അന്ന് പൊട്ടിപ്പാളിച്ച ഒരു പടം ഉണ്ടായിരുന്നു, ആദിപുരുഷ്. അപ്പൊന്നോ OTT വന്നപ്പോഴാണ് ഞാനത് കണ്ടത്. OTT കാണാൻ കൊള്ളില്ല, തിയേറ്ററിൽ കാണാൻ കൊള്ളില്ല. നല്ലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ, പക്ഷെ അത് അവർ എടുത്ത രീതി നശിപ്പിച്ചു മൊത്തം പടം. വിഷ്വൽസ് തന്നെ ബോറായിട്ടാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചത്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റാണ് കൽക്കി എന്ന് പറഞ്ഞ സിനിമ. എല്ലാം കൊണ്ട് ഒരു ടോപ്പ് നോച്ച് ലെവലാണ് പടം. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒരു തീപ്പൊരിയാണ്. എനിക്ക് പിന്നെയും കാണാൻ തോന്നുന്നുണ്ട് പടം. 3D ഞാൻ ഈ സിനിമ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, കൽക്കി എന്ന സിനിമ തിയേറ്ററിൽ മസ്റ്റ് വാച്ചായിട്ട് കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ നിർദ്ദേശിക്കുകയാണ്, പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സിനിമ 3D പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊരു വിഷ്വൽസിൻ്റെ കാര്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു വൗ ഫാക്ടർ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. തിയേറ്ററിൽ നല്ലൊരു ഫീൽ കിട്ടും നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ സിനിമയുടെ ആ തുടക്കത്തെ 10 മിനിറ്റ് നിങ്ങൾ ഒന്ന് മിസ്സാക്കരുത്. കാരണം സിനിമയിൽ ചിലയിടത്ത് ചിലവർക്കൊരു കൺഫ്യൂഷൻ എലമെൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു സയൻസ് ഫിക്ഷനും ഒരു മിത്തോളജിയും ഒരു ആക്ഷൻ ഫാൻറ്റസി ടൈപ്പിൽ വന്ന ഒരു സിനിമയാണ് കൽക്കി 2898 AD. അപ്പം അത്രേ ഉള്ളൂ. കൽക്കി എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5ൽ 4 തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. ഒരു 1.5 വിഷ്വൽ ട്രീറ്റ് പടമാണ്. 1.5 പടമാണ് ഈ സിനിമ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്ത രീതിയിലാണ് ആ സിനിമ അവസാനിപ്പിച്ചത്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.